ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. തുഷാരം ബ്ലോഗ്സ് ഇപ്പോൾ ഉള്ളത് ബാലുശ്ശേരിയാണ്. ബാലുശ്ശേരിയുള്ള ഒരു പ്രഭാകരേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ഞങ്ങള് തുഷാരം ബ്ലോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ്. അപ്പം പ്രഭാകരേട്ടന്റെ ഒരു ക്ലാസ് ഞാൻ കേട്ടിരുന്നു, മദ്യാസക്തിയെ കുറിച്ച്. അപ്പം ബാലുശ്ശേരി വെച്ചിട്ടാണ് കേട്ടത്. അപ്പൊ അന്ന് ഞങ്ങള് മനസ്സിൽ വിചാരിച്ചായിരുന്നു പ്രഭാകരേട്ടന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് ഇത് ജനങ്ങളിലേക്ക് ഒന്ന് എത്തിക്കണം എന്നുള്ളത്. അപ്പം എന്താണ് പ്രഭാകരേട്ട ശരിക്കും ഈ മദ്യാസക്തി? ഈ ഒരു ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തി എന്ന, അല്ലെങ്കിൽ ഇത്തരം കാര്യത്തിൽ നല്ല അറിവുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ ഉള്ള മദ്യപാന്മാർക്ക് കൊടുക്കാനുള്ള ഒരു ചെറിയ സന്ദേശം എന്താണ്? ചെറിയ അല്ല, ഒരു വലിയ ആദ്യം ഒരു കാര്യം പറയാ, നമ്മൾ പറഞ്ഞൊരു പോയിന്റ് വെച്ച് പറയാ. നിങ്ങള് അനുഭവമുള്ള ഒരാളെന്ന് ആ ഒരു വാക്ക് പറയാ. കാരണം ഞാൻ സത്യത്തിൽ ഞാനൊരു മദ്യാസക്തനാണ്. ആൾക്ക് ഏതാണ്ട് 25ാമത്തെ വർഷമാണ് ഇപ്പൊ മദ്യത്തുനിന്ന് വിട്ടു നിൽക്കുന്നത്. 25 വർഷമായി പ്രഭാകരേട്ടൻ മദ്യത്തിൽ മാറി നിൽക്കുകയാണ്. ഇതിന്റെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതെ. അതെന്താണെന്ന് സംഭവിച്ചാൽ യഥാർത്ഥത്തിൽ മദ്യാസക്തി എന്ന് പറയുന്നത് മദ്യപാനത്തിൽ നമുക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അതായത് നിയന്ത്രിച്ച് കുടിക്കാൻ കഴിയില്ല. സാധാരണ ആൾക്കാർക്കൊക്കെ ഒരു കമ്പനിക്കോ ഒക്കെ ഓരോ വെക്കോ 2 വെക്കോ അടിച്ചേറ്റ് പോകാൻ പറ്റുമെങ്കിൽ മദ്യാസക്തനെ അത് സാധിക്കില്ല. കുടിച്ചു തുടങ്ങിയാൽ പിന്നീട് അയാൾക്ക് നിയന്ത്രണം വിട്ട് ആദ്യത്തെ കുടിച്ചുകൊണ്ടിരിക്കണം. 2, 3, 5, 8, 10 അങ്ങനെ ബോട്ടിൽ തീരുന്നവരെ കുടിക്കും, കടന്നു പോകും. അപ്പൊ ഈ ഒരു അവസ്ഥയ്ക്കാണ് ആൽക്കോളിസം എന്ന് പറയുക. ഒരു മദ്യാസക്തന്റെ അല്ലെങ്കിൽ മദ്യാസക്തന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു മദ്യാസക്തി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ, സാധാരണഗതിയിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് അയാള് ഒരു പിതാവാണ്. അതെ. അയാള് ഒരു അച്ഛനമ്മമാർക്ക് ഒരു മകനാണ്. അതെ. അതുപോലെ തന്നെ സഹോദരനാണ്. യെസ്. അതിൽ ഒരു തൊഴിലെടുക്കുന്ന ആൾ തൊഴിലാളിയാണ്. അയാളൊരു വ്യവസായം ചെയ്യുന്നുണ്ട്, വ്യവസായിയാണ്. അതെ. അതുപോലെ തന്നെ അയാള് എന്താ പറയാ, കുട്ടികൾക്കൊക്കെ അച്ഛനാണ്. അത് ഒക്കെ പറഞ്ഞതാണ്. അതായത് ഒരു മനുഷ്യന് ഒരുപാട് റോൾ. അതന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ ഒരുപാട് റോൾ ഉണ്ട്. ഇതിൽ 1, 2 റോളിനാ അവന്റെ മദ്യാസക്തി വിപരീതമായിട്ട് അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് ബാധിച്ചാല് അയാൾ ഒരു മദ്യാസക്തനാണ്. യെസ്. 2ൽ കൂടുതൽ കാര്യങ്ങൾ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ഇത് ബാധിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരു ക്രോണിക് ആൽക്കഹോളിക്കാന്നാ പറയുന്നത്. ക്രോണിക് ആൽക്കഹോളിക് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ വ്യക്തമാക്കാവോ? കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മദ്യം അല്ലാണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഒരു സെക്കൻഡ് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു സമയപരിധി ഉണ്ട്. അപ്പം ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ മദ്യാസക്തിയിൽ നിന്ന് ഒരാൾക്ക് മാറി നിൽക്കാനുള്ള ഒരു വഴി, രക്ഷപ്പെടാനുള്ള ഒരു വഴി, അയാൾക്കൊരു നല്ല ജീവിതം നയിക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരാൻ പറ്റുമോ? ഇതൊക്കെന്ന് പറഞ്ഞാല് ആദ്യം മദ്യാസക്തി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. ഒന്ന്, ഇത് ശരീരത്തിനെ ബാധിക്കുന്നതുകൊണ്ട് ശാരീരിക രോഗം എന്ന് പറയും. അതുപോലെ തന്നെ മനസ്സിനെ ബാധിക്കുന്നതുകൊണ്ട് മാനസിക രോഗം എന്ന് പറയും. അതിലുപരി ഇത് സമൂഹത്തിനെ, കുടുംബത്തിനെ ബാധിക്കുന്നതുകൊണ്ട് കുടുംബരോഗമാണ്. അതുപോലെ തന്നെയാണ് സമൂഹത്തിനെ ബാധിക്കുന്നതുകൊണ്ട് സമൂഹ രോഗം. അതിൻ്റെ കാട് പ്രധാനോ ആൽക്കഹോളിക് അനോണിമസ് പോലത്തെ സംഘടനകൾ പറയുന്നത് ഇത് ഒരു ആത്മീയ രോഗം എന്നാണ്. അതായത് ആത്മാവിനെ ബാധിക്കുന്ന രോഗം. ആത്മാവാണ് നമ്മുടെ സോള്, അതാണ് നമ്മളെ പ്രവർത്തിപ്പിക്കുന്ന രീതി. അത് അതിൽ അടിയുറച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. അതിന് ചികിത്സ ഇല്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം. ലോകത്ത് എവിടെയും ഇതിന് ചികിത്സ ഇല്ല. മദ്യപാനത്തിന് എവിടെയും ചികിത്സ ഇല്ല. ചികിത്സ ഉണ്ട്. ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരാൾക്ക് വിറയൽ, കുടി നിർത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾക്ക് ആ ചികിത്സ കിട്ടും. ആ ചികിത്സ കഴിഞ്ഞിട്ട് അയാൾ കുടി നിർത്തണം അമിതമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ അയാൾക്ക് കുടി ഇങ്ങനെ തുറന്നു പോകാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആത്മീയമായ രോഗങ്ങളിൽ അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക, ഈഗോ, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ. അതാണ് നമ്മളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും എന്താ ചെയ്യുക, കുടി നിർത്തുക എന്ന് പറയുന്നത് നാളെ മുതൽ കുടിക്കുക എന്നുള്ള തീരുമാനം എടുക്കും. അതിൻ്റെ ഫലം എന്ന് വെച്ചാൽ ഇന്ന് ഒടുക്കത്തെ കുടി കുടിക്കും, അവസാനത്തെ കുടി. പക്ഷെ പിറ്റേന്ന് രാവിലെ എണീച്ചിട്ട് എണീക്കണമെങ്കിൽ ഇത് 2 പേർക്ക് അടിക്കാണ്ട് പറ്റൂല. അത് വളരെയായിരിക്കും ഒന്നുകൂടി കുടിച്ചിട്ട് നാളെ നിർത്താൻ. ഇതാണ് ഇത് നീണ്ടുപോകുന്നതിന്റെ രഹസ്യം. അത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ വെച്ചാൽ ആൽക്കഹോളിക് അനോണിമസ് പോലത്തെ സംഘടനകൾ പറയുന്നത്, നിങ്ങൾ മദ്യപാനം നിർത്തണമെന്നില്ല, ഒരു ദിവസം മദ്യത്തിൽ നിന്ന് മാറി നിന്നാൽ മതി. 24 മണിക്കൂർ പദ്ധതിയാണ്. 24 മണിക്കൂർ മദ്യത്തിൽ നിന്ന്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മദ്യപാനം ഉപേക്ഷിക്കുന്നില്ല. ഉപേക്ഷിക്കുന്ന ഏത് സാധനത്തോട് നിങ്ങൾക്ക് ആസക്തി കൂടുക ചെയ്യുക. അതുകൊണ്ട് ഉപേക്ഷിക്കുന്നില്ല, മറിച്ച് ഒരു ദിവസം മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുക. അതിനോടൊപ്പം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ സ്വന്തം ജീവിതം പരിശോധിക്കുക. അതിന് ഇതിന്റെ കൂട്ടായ്മയിലെ മീറ്റിങ്ങുകളുണ്ട്. ആൽക്കഹോളിക് അനോണിമസ് പോലത്തെ ഞങ്ങൾ പലയിടത്തും മീറ്റിംഗ് നടത്തുന്നുണ്ട്. അത് അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ അതിന്റെ രേഖകളൊക്കെ കിട്ടുകയും ചെയ്യും. ഇവിടേക്കാണ് മീറ്റിംഗ് എന്നുള്ളത്. അതെവിടെയാണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നമുക്ക് ആ മീറ്റിങ്ങിൽ പോയിട്ട് നമ്മുടെ തകരാറുകൾ തുറന്നു പറയാനുള്ള ഒരു അവസരം.